നമ്മൾ ആലോചിക്കേണ്ടത് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ദിവസവേതനം 250 രൂപയ്ക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ നൽകാൻ മമതാ ബാനർജി തയ്യാറാവുന്നത്. ആ സാഹചര്യത്തിൽ സന്ദേശ് ഖാലി എത്രത്തോളം പ്രവർത്തിക്കും എന്നുള്ളതാണ് ചോദ്യം. ഗവർണർ സന്ദേശ് ഖാലി സന്ദർശിക്കുന്നുണ്ട്. CV ആനന്ദ ബോസ് അവിടെ പോയി സന്ദർശിച്ച ശേഷം പറയുന്ന ഒരു പ്രധാന ഡയലോഗ് എന്ന് പറയുന്നത്, അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ എൻ്റെ ഗവർണർ വസതിയിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണം ഉന്നയിക്കപ്പെടുകയാണ്. അപ്പോൾ BJP-യിലേക്ക് തൃണമൂൽ നിന്ന് വന്ന ആളുകളുണ്ട്, BJP-യിലേക്ക് CPM നിന്ന് വന്ന ആളുകളുണ്ട്, BJP-യിൽ തന്നെ ഈ പറയുന്ന RSS ട്രെയിൻഡായ കാഡറുകളും ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ചേരിതിരിവുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു BJP തൃണമൂൽ ഘടകവും BJP RSS ഘടകവും ഉള്ള പോലെ ഒരു തമ്മിൽ തല്ല് നിലനിൽക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീദിയെ കടന്നാക്രമിക്കുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ അതിഭീകരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണമായിരുന്നു. പേരെടുത്ത് വിമർശിക്കുക. നരേന്ദ്രമോദി അങ്ങനെ പലരെയും പേരെടുത്ത് വിമർശിക്കുന്ന ശൈലി ഇല്ലാത്ത ഒരാളാണ്. അത് പ്രസംഗിക്കുന്നത് എങ്ങനെയാന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്തവണ ശ്രദ്ധിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു പോയാൽ ഇവിടെ ഭരണത്തിൽ വരാൻ പോകുന്നത് BJP ആണ്. BJP വന്നാൽ പൗരത്വ നിയമം നടപ്പാക്കും. അത് നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. ഇന്ത്യയിൽ ഏറ്റവും അധികം ലോക്സഭാ സീറ്റുകളുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ് പശ്ചിമ ബംഗാൾ. ഇത്തവണ ബംഗാൾ ആർക്കൊപ്പം നിൽക്കും എന്നതാണ് ചോദ്യം. സന്ദേശ് ഖാലി, അഴിമതി ആരോപണങ്ങൾ, പൗരത്വ ഭേദഗതി നിയമം, ഗവർണറുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ എല്ലാം നിലനിൽക്കുമ്പോൾ വെസ്റ്റ് ബംഗാളിൽ എന്ത് സംഭവിക്കും എന്നതാണ് ചോദ്യം. വിഷ്ണു, ബംഗാളിൽ 7 ഫേസിലായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിൽ 3 ഘട്ടം കഴിഞ്ഞു. ഇനി 4 ഘട്ടം കൂടി ബാക്കിയുണ്ട്. 42 സീറ്റുകളാണ് ആകെയുള്ളത്. നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമം അതിൻ്റെ മാർഗനിർദ്ദേശങ്ങളൊക്കെ പുറത്തു വന്ന സമയത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടത് ആസാമിലും അതുപോലെ തന്നെ ബംഗാളിലും എന്ത് സംഭവിക്കും, ഇത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതിഫലിക്കും എന്നുള്ള ചോദ്യം ആയിരുന്നു ഏറ്റവും കൂടുതൽ ചർച്ചയിൽ നിന്നിരുന്നത്. അതുപോലെ സന്ദേശ് ഖാലി വളരെ പ്രധാനപ്പെട്ട ഒരു പ്രചാരണ വിഷയമായി BJP ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ ആനന്ദ ബോസിൻ്റെ ആരോപണം വരുന്നു. അതുപോലെ സ്കൂൾ റിക്രൂട്ട്മെൻറ്റ് സ്കാം വരുന്നു. ഈ പറയുന്ന അധ്യാപകർ നിയമിച്ചതിലുള്ള അഴിമതി, ഇതൊക്കെ വലിയ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 3ാമത്തെ ഫേസ് കഴിഞ്ഞിരിക്കുകയാണ്. 4ാമത്തെ ഫേസിലേക്ക് ബംഗാൾ പോവുകയാണ്. ഈ അവസരത്തിൽ ബംഗാളിൻ്റെ ഒരു പൊതുചിത്രം എങ്ങനെ പറയാൻ പറ്റും? ബംഗാളിനെ സംബന്ധിച്ച് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ 3 ഘട്ടം കഴിയുമ്പോഴത്തേക്കും ഏറ്റവും കൂടുതൽ ചർച്ചയായ സ്റ്റേറ്റ് ബംഗാളായിരിക്കും. ജിഷ്ണു നേരത്തെ പറഞ്ഞതുപോലെ അഴിമതി ആരോപണങ്ങൾ, ഗവർണർക്കെതിരെയുള്ള ആരോപണം, സന്ദേശ് ഖാലി പോലുള്ള ഒരു വലിയ വിഷയം മുന്നിൽ നിൽക്കുന്നു. തുടക്കം മുതൽ തന്നെ ബംഗാൾ കലുഷിതമാണ്. എനിക്ക് തോന്നുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുന്നേ തന്നെ ബംഗാൾ രാഷ്ട്രീയം തിളച്ചു മറിയുന്നുണ്ടായിരുന്നു. ഇന്ത്യ സഖ്യത്തിൽ മമതാ ബാനർജിയുടെ വിള്ളലുണ്ടാക്കുന്നു. തുടക്കം മുതൽ പ്രശ്നങ്ങളാണ്. ഇനി വരും ഘട്ടങ്ങളിലും എനിക്ക് തോന്നുന്നു ഈ പ്രശ്നങ്ങളെല്ലാം കുറച്ചുകൂടെ സജീവമായി രൂക്ഷമാവാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സന്ദേശ് ഖാലി എന്ന് പറയുന്നത്. സന്ദേശ് ഖാലിയെ കുറിച്ച് സംസാരിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ബസിർഹട്ട് ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് സന്ദേശ് ഖാലി എന്ന് പറയുന്ന ഈ ദ്വീപ് പ്രദേശം വരുന്നത്. ഈ ബസിർഹട്ടിൽ ഇത്തവണ BJP നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് രേഖാപത്ര എന്ന് പറയുന്ന സന്ദേശ് ഖാലിയിലെ സർവൈവറായ സ്ത്രീയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിയിലൂടെ അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് സന്ദേശ് ഖാലി അവിടെ ചർച്ച ചെയ്യപ്പെടണമെന്നും സന്ദേശ് ഖാലി അനുസരിച്ച് തൃണമൂലിനെതിരായ ഒരു വേവ് അവിടെ ഉണ്ടാവണം എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്നാൽ സന്ദേശ് ഖാലി ചർച്ച ചെയ്യപ്പെടുമ്പോൾ തന്നെ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് BJP-യുടെ ലോക്കൽ നേതാക്കൾ ഈ സന്ദേശ് ഖാലിയിലെ സ്ത്രീകളെ പണം കൊടുത്ത് ഈ ആരോപണം, അതായത് ഭൂമി തട്ടിപ്പല്ല, ഈ ലൈംഗിക ആരോപണം പണം കൊടുത്ത് നടത്തിയ ആരോപണമാണ്, അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്ന് BJP നേതാക്കൾ തന്നെ പറയുന്ന ഒരു വീഡിയോ പുറത്തു വരികയും അത് തൃണമൂൽ കോൺഗ്രസ് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അത് ഫേക്കാണ് എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ട്. അതേസമയത്ത് അത് വലിയ തോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ സർവൈവറായ ഒരു സ്ത്രീ ഒടുവിൽ പുറത്തു വന്നിരിക്കുകയാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്നും വെള്ള പേപ്പറിൽ ഒപ്പിട്ട് വാങ്ങിയതാണ് BJP പ്രവർത്തകർ, അല്ലാതെ ഞങ്ങൾ ഈ തൃണമൂലിൻ്റെ ഓഫീസിൽ നിന്നും റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടും സ്ത്രീകൾ മുന്നിലേക്ക് വരുന്നു. ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്ക് ജഡ്ജ് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിലാണ്. എന്നാൽ പോലും ഇത്തരത്തിലുള്ളൊരു വേവ് കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ന്യൂസ് ലോണ്ടറി ചെയ്തൊരു റിപ്പോർട്ട് കണ്ടു. അതായത് ഈ പറയുന്ന ബസിർഹട്ടിലെ
രേഖാ പത്ര എന്ന് പറയുന്ന BJP സ്ഥാനാർത്ഥിയുടെ കൂടെ ഇവർ സഞ്ചരിച്ച അവരെ എക്സ് കാറ്റഗറി സുരക്ഷയോട് കൂടിയാണ് അവരെ ക്യാമ്പയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരുടെ കൂടെ സഞ്ചരിച്ചുകൊണ്ട് ഈ ന്യൂസ് ലോണ്ടറി ടീം അവരോട് സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്ന സമയത്ത് അവർ ചോദിക്കുന്ന ഒരു ചോദ്യം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ടാണ്. അവസാനം അവർ സംസാരിച്ച് അവസാനം ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കുമ്പോൾ ഇവരുടെ കൂടെയുള്ള സെക്യൂരിറ്റി സ്റ്റാഫുകളും BJP പ്രവർത്തകരും ഈ ജേർണലിസ്റ്റുകളെ തടയുന്നുണ്ട്. ഈ ചോദ്യം ചോദിക്കാൻ സമ്മതിക്കാതെ തടയുന്നുണ്ട്. അതും ഈ പറഞ്ഞതുപോലെ ഇതിനകത്ത് എന്താണ് നടന്നിരിക്കുന്നത് എന്ന സംശയം ഉയർത്തുന്ന ഒരു കാര്യമാണ്. അപ്പോൾ സന്ദേശ് ഖാലിയെ ഒരു പ്രധാനപ്പെട്ട കാര്യമായി എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന ബംഗാളിൻ്റെ വോട്ട് ഷെയർ മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ അവിടെ 3 കോടിയിലധികം സ്ത്രീകളുള്ളൊരു സ്ഥലമാണ്. ഏകദേശം 50% വോട്ടർമാർ സ്ത്രീകളാണ്. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഇത്തവണ അവർ ആർക്ക് വോട്ട് ചെയ്യുമെന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മമതയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്രയും കാലം അവർ ദീദി നമ്മളെ സംരക്ഷിക്കും എന്ന ധൈര്യത്തിലും ആ വിശ്വാസത്തിലും മമതയ്ക്കൊപ്പം നിൽക്കുകയും മമതയ്ക്ക് വോട്ട് ചെയ്യുകയും ചെയ്ത ആളുകളാണ്. ഇത്തവണ അവർ ആർക്ക് വോട്ട് ചെയ്യുന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതായത് ഈ മമതാ ബാനർജി നടപ്പിലാക്കിയ വെൽഫെയർ സ്കീമുകൾ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് വെസ്റ്റ് ബംഗാളിൽ ഉണ്ടാക്കാൻ പോകുന്ന ചലനം എന്താണെന്ന് നമ്മൾ ഈ തെരഞ്ഞെടുപ്പിൽ മനസ്സിലാക്കാൻ പോകുന്നേ ഉള്ളൂ. അതായത് സ്ത്രീകൾക്ക് ലക്ഷ്മിർ ബന്ദർ എന്ന് പറഞ്ഞ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട്. അതായത് 25 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന സ്ത്രീകൾക്ക് മാസം 1000 രൂപ വെച്ച് നൽകുന്ന പദ്ധതിയാണിത്. ആ പദ്ധതി എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വെസ്റ്റ് ബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് നമ്മൾ ആലോചിക്കേണ്ടത് അവിടുത്തെ സ്ത്രീകളും പുരുഷന്മാരും ദിവസവേതനം 250 രൂപയ്ക്ക് ജോലി എടുത്തുകൊണ്ടിരിക്കുന്ന കാലത്താണ് സ്ത്രീകൾക്കും പ്രതിമാസം 1000 രൂപ നൽകാൻ മമതാ ബാനർജി തയ്യാറാവുന്നത്. ആ സാഹചര്യത്തിൽ സന്ദേശ് ഖാലി എത്രത്തോളം പ്രവർത്തിക്കും എന്നുള്ളതാണ് ചോദ്യം. എങ്ങനെയാണ് വിഷ്ണു തോന്നുന്നത്? സന്ദേശ് ഖാലിയെ സംബന്ധിച്ച് സന്ദേശ് ഖാലി ഈ ഒരു CPM കോട്ടയായിരുന്നു മുമ്പ്. ഇത് അവിടേക്ക് തൃണമൂൽ കോൺഗ്രസ് വരുന്നത് തന്നെ വളരെ കഷ്ടപ്പെട്ട്. അതൊരു ദലിത് ആദിവാസി ബെൽറ്റാണ്. മുസ്ലിം സമുദായവും ഒരുപോലെയുള്ള ആ ഒരു ബെൽറ്റിലേക്ക് വളരെ എന്താ പറയുക, ഏറ്റവും അവസാനം വീണ CPM കോട്ടകളിൽ ഒന്നാണ് സന്ദേശ് ഖാലി. അതിന് ഈ പറയുന്ന പോലെ ഈ സായുധ വിപ്ലവത്തിൻ്റെ വലിയ ചരിത്രമുള്ള ഒരു മണ്ണാണ്. അവിടെ CPM കൃത്യമായ അടിത്തറയുണ്ടായിരുന്നു. പക്ഷേ CPM അവിടെ പോയതിനു ശേഷം വരുന്ന ഒരു വിഭാഗം തൃണമൂൽ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം നേതാക്കളുടെ കയ്യിലേക്ക് ഇത് വരുമ്പോൾ അവിടെ കാണുന്നത് തൃണമൂലിൻ്റെ ഒരു ഗുണ്ടാ പവർ സംവിധാനം അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. CPM ഒഴിച്ചിട്ട സ്ഥലത്തേക്ക് ഇവർ വന്നിട്ട് അതിഭീകരമായി ഈ എന്താ പറയുക മനുഷ്യത്വ രഹിതമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്നതായിട്ട് മുമ്പ് റിപ്പോർട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഈ അതിൽ ഒരു പ്രധാനിയാണ് ഈ ഷാജഹാൻ ഷെയ്ഖ് എന്ന് പറയുന്ന ആൾ. അദ്ദേഹം അവിടുത്തെ ഒരു തൃണമൂൽ കോൺഗ്രസ് നേതാവ് എന്നതിനുപരി അദ്ദേഹം അവിടുത്തെ ഒരു രാജാവിനെ പോലെ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന് ചുറ്റുമാണ് അവിടുത്തെ ഭരണ സംവിധാനങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത്. അദ്ദേഹം ഒരു സമാന്തര സർക്കാരായി അവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അവിടെ സ്ത്രീകൾ നടത്തുന്ന പ്രധാനപ്പെട്ട ആരോപണം. അദ്ദേഹത്തിന്റെ മുന്നിൽ ചെന്ന് അദ്ദേഹത്തിനെ കാണണമെന്നുണ്ടെങ്കിൽ തന്നെ എന്താ പറയുക, അദ്ദേഹത്തിനെ ചെന്ന് മറ്റേ രാജാവിനെ പോലെ തൊഴുതു നിന്ന് കാണേണ്ട സാഹചര്യമായിരുന്നു എന്നൊക്കെയാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ അദ്ദേഹം അവിടെ അടക്കി ഭരിച്ചിരുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ആരോപണം വന്നു. പിന്നെ തുടരെ നിരന്തരം ആരോപണങ്ങൾ വരുന്നു. ആദ്യഘട്ടത്തിൽ തൃണമൂൽ കോൺഗ്രസ് ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്തല്ല, ഇത് BJP ആണ്. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ ഇവർ പയ്യെ ഒന്ന് തൃണമൂൽ കോൺഗ്രസും ഈ ആരോപണങ്ങളിൽ നിന്ന് പതിയെ പിന്നോട്ട് പോയി. ഇനി പ്രതിരോധം വേണ്ട എന്നുള്ളൊരു ഘട്ടത്തിലേക്ക് തൃണമൂൽ കോൺഗ്രസ് വരുന്നുണ്ട്. അത് ഈ ജിഷ്ണു പറഞ്ഞതുപോലെ ഈ മമതാ ബാനർജിയുടെ ഒരു സ്ത്രീ സംരക്ഷ ഇമേജ് കോട്ടം വന്നേക്കാം എന്ന് പേടിച്ച് ഒരു സമയത്ത് പിന്നോട്ട് പോകുന്നതാണ്. ഇവർ ഈ പറയുന്ന പോലെ മമതാ ബാനർജിയുടെ ഒരു ക്യാമ്പയിൻ ശൈലി തന്നെ സ്ത്രീകളെ കയ്യിലെടുക്കുന്ന ഒരു ശൈലിയാണ്. എല്ലായിടത്തും പോയാലും ഒരു വലിയ സ്ത്രീ ആൾക്കൂട്ടം ഉണ്ടാകും. പിന്നെ അവരത് ആ സാധനം പൊളിയും എന്ന് മമത എവിടെയോ ഭയന്നു. ആ സമയത്താണ് ഇവർ പിന്നേക്ക് പോകുന്നത്. പിന്നീട് അന്വേഷണ ഏജൻസികൾ വരികയും അപ്പോഴും ഇവരെ ആക്രമിക്കാൻ വരുന്നത് അതായത് ഈ അന്വേഷണ ഏജൻസികൾ ഇയാളെ അറസ്റ്റ് ചെയ്യാൻ വരുന്ന ഒരു വിഭാഗം ഉദ്യോഗസ്ഥരെ ഷാജഹാൻ ഷെയ്ഖിൻ്റെ ആൾക്കാർ ആക്രമിക്കുന്നുണ്ട്. അപ്പം തൃണമൂൽ കോൺഗ്രസ് പറയുന്നുണ്ട് അത് ഞങ്ങളല്ല, ഞങ്ങളുടെ ആൾക്കാരല്ല, ഞങ്ങൾക്ക് ഈ രക്തത്തിൽ പങ്കില്ല എന്നുള്ളൊരു ടോണിലേക്ക് ആ സമയത്ത് പോകുന്നുണ്ട്. അതെ. ഈ സന്ദേശ് ഖാലി തിരിച്ചടിയാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഇവിടെ ഗവർണറുടെ ഒരു പ്രശ്നം നമ്മളവിടെ വരുന്നത്. CV ആനന്ദ ബോസിനെതിരെ ഒരു ലൈംഗിക ആരോപണം ഉന്നയിക്കുന്നു. അവിടുത്തെ താൽക്കാലിക ജീവനക്കാരി ആയിട്ടുള്ള സ്ത്രീ വന്ന് പറയുന്നു ഇദ്ദേഹം എന്നെ കടന്നു പിടിച്ചു, ഒരു തവണയല്ല 2 തവണ കടന്നു പിടിച്ചു എന്ന് പറയുന്നു. ഇത് തൃണമൂൽ കോൺഗ്രസിന് കിട്ടിയ ഒരു ആയുധമായിരുന്നു. അവരത് കൃത്യമായിട്ട് ഉപയോഗിച്ചു. ഇവർ നിരന്തരം പ്രചരിപ്പിച്ചു. ഇതൊരു ദേശീയ ചർച്ചയാക്കി തന്നെ മാറ്റി. ഇദ്ദേഹം എന്താ പറയുക, ഇതിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഗവർണർ സന്ദേശ് ഖാലി സന്ദർശിക്കുന്നുണ്ട്. CV ആനന്ദ ബോസ് അവിടെ പോയി സന്ദർശിച്ചു
സന്ദർശിച്ച ശേഷം പറയുന്ന ഒരു പ്രധാന ഡയലോഗ് എന്ന് പറയുന്നത് അതിജീവിതകളായിട്ടുള്ള സ്ത്രീകളെ നിങ്ങൾ എൻ്റെ ഗവർണർ വസതിയിലേക്ക് വരൂ, ഞാൻ നിങ്ങൾക്ക് സംരക്ഷണം നൽകാം എന്ന് പറഞ്ഞ അദ്ദേഹത്തിനെതിരെ ഒരു ലൈംഗികാരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ഇത് BJP കൃത്യമായിട്ട് തൃണമൂൽ കോൺഗ്രസ് കൃത്യമായിട്ട് വർക്ക് ചെയ്തു. പിന്നെ കാടിളക്കിയുള്ള പ്രചരണമായിരുന്നു. അപ്പോഴാണ് ഇപ്പുറത്തേക്ക് കർണാടകയിൽ ഈ നമ്മുടെ JDS നേതാവിനെതിരെയുള്ള ലൈംഗികാരോപണം വരുന്നത്. ഇത് രണ്ടും കൂടി ചേർത്തിട്ട് തൃണമൂൽ കോൺഗ്രസ് വ്യാപകമായിട്ട് പ്രചരിപ്പിച്ചു. അപ്പോൾ BJPക്ക് ഒന്ന് കാലിടറി. പക്ഷെ എനിക്ക് തോന്നുന്നു സന്ദേശ് ഖാലി ഈ പറയുന്നത് പോലെ ഒരു വലിയൊരു മുന്നേറ്റം BJPക്ക് അവിടെ ഉണ്ടാക്കി കൊടുക്കും എന്നെനിക്ക് തോന്നുന്നില്ല. അതിനോട് ആഡ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സന്ദേശ് ഖാലിയിലെ പ്രചരണം നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ തൃണമൂൽ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഹാജി നൂറുൽ ഇസ്ലാം എന്ന് പറയുന്ന അവരുടെ 2009 തുറുപ്പ് ചീട്ടാണ്. 2009 ഈ ബസീർ ഹട്ട് തിരിച്ചു പിടിച്ച സ്ഥാനാർത്ഥിയാണ് ഈ ഹാജി നൂറുൽ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി. അദ്ദേഹത്തെയാണ് തിരിച്ചുകൊണ്ടുവന്നത്. നേരത്തെ അവിടെ ഉണ്ടായിരുന്ന സിറ്റിംഗ് MPയെ മാറ്റി നിർത്തി ഇയാളെ മത്സരിപ്പിക്കുകയാണ്. ആ സ്ഥാനാർത്ഥി നിർണയത്തിൽ പോലും വളരെ ശ്രദ്ധ ഇവർ ചെലുത്തിയിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതേസമയത്ത് ഈ രേഖാപത്രയാണ് ഈ മറുവശത്തുള്ള BJPയുടെ സ്ഥാനാർത്ഥി. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം രേഖാപത്രയെ മോദി വിളിച്ചിട്ടുണ്ട്, നേരിട്ട് വിളിച്ച് ആശീർവാദം നൽകി ഇറക്കിയിരിക്കുന്ന ഒരു കാൻഡിഡേറ്റ് കൂടിയാണ്. അതെ, ഏകദേശം 50% അല്ലെങ്കിൽ അതിലധികം മുസ്ലിം വിഭാഗം വരുന്ന ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണത്. അവിടെ തന്നെ ഈ പറയുന്ന രേഖാപത്രയുടെ എന്താ പറയുക പര്യടനമൊക്കെ പരിശോധിച്ച് കഴിഞ്ഞാൽ അവർ ഏറ്റവും കൂടുതൽ പോകുന്നത് ഹിന്ദു മെജോറിറ്റി ഏരിയയിലേക്കും അതുപോലെ തന്നെ അമ്പലങ്ങൾ സന്ദർശിക്കാനൊക്കെയാണ്. അതേസമയത്ത് ഇപ്പുറത്തുള്ളൊരു മുസ്ലിം കാൻഡിഡേറ്റ് കൂടിയാണ്. അപ്പോൾ ഈ രീതിയിൽ അവിടെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന BJPക്ക് ഒരു പക്ഷേ വലിയ നേട്ടം ഉണ്ടാക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പൂർണ്ണമായും ഈ പറയുന്ന ഹിന്ദു വോട്ടുകളെ ഈ വിഷയത്തിലേക്ക് മാത്രം വരുന്നില്ല. അത് മാത്രമല്ല ഇത് പറഞ്ഞുകൊണ്ട് പൂർണ്ണമായ ഒരു ഹിന്ദു കൺസോളിഡേഷൻ ഒന്നും അവിടെ സാധ്യമല്ല. അതേപോലെ മറ്റൊരു കാര്യം കൂടി പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ 2021 അസംബ്ലി തെരഞ്ഞെടുപ്പിൽ ബംഗാൾ പിടിക്കുക എന്ന് പറയുന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് അരയും തലയും മുറുക്കി അവർ പൂർണ്ണമായി ഇറങ്ങിയതായിരുന്നു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് ബംഗാളിലെ രവീന്ദ്രനാഥ് ടാഗോറിനെ വിളിക്കുന്നത് ഗുരുജി എന്നാണ്. അപ്പോൾ ഈ ഗുരുജിയെ പോലെ മോദി സ്വന്തം രൂപം പോലും ഗുരുജിയെ പോലെ മുടി നീട്ടി താടി വളർത്തി ഒരു ഷോളൊക്കെ അണിഞ്ഞ് പക്ക രവീന്ദ്രനാഥ് ടാഗോറിനെ പോലെ കാണാൻ ആ രൂപത്തിലേക്ക് മാറി അവതരിച്ച ഒരു തെരഞ്ഞെടുപ്പ് കൂടിയായിരുന്നു 2021 തെരഞ്ഞെടുപ്പ്. ഈ പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡിലെ സകല BJP RSS കാഡറുകളും ഈ ബംഗാളിൽ ക്യാമ്പ് ചെയ്ത് പ്രചരണം നടത്തിയ 2021 പക്ഷേ അവർക്ക് ഉദ്ദേശിച്ച വിജയം ഉണ്ടാക്കാനോ ബംഗാളിൽ ഭരണം പിടിക്കാനോ സാധിച്ചിട്ടില്ല. 2019 താരതമ്യം ചെയ്യുമ്പോൾ 2% വോട്ട് കുറയാണ് ചെയ്തിട്ടുള്ളത്. ഇത്തവണ എന്താ സംഭവിക്കുന്നത്? ഇത്തവണ ഈ പറയുന്ന ഹിന്ദി ഹാർട്ട്ലാൻഡിലെ BJP RSS കാഡർ നേതാക്കൾ ബംഗാളിലില്ല. അവർക്ക് അവരുടെ സംസ്ഥാനങ്ങളിൽ പണിയുണ്ടല്ലോ. ഇത്തവണ അവർക്ക് ഈ പറഞ്ഞ ഹിന്ദി ഹാർട്ട്ലാൻഡിൽ തന്നെ പണിയെടുക്കാനുണ്ട്, ഒരുപാട് പണിയുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ സപ്പോർട്ട് ഇത്തവണ ബംഗാളിലെ BJP ഘടകത്തിനില്ല. അതുപോലെ ഞാൻ ഇത്തവണ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ വലിയ തോതിൽ മറ്റ് പാർട്ടികളിൽ നിന്നും ആളുകളെ സോഴ്സ് ചെയ്തിട്ട് ആണ് ഇപ്പോൾ ഉള്ളത് BJP. അപ്പോൾ BJPയിലേക്ക് തൃണമൂലിൽ നിന്ന് വന്ന ആളുകളുണ്ട്, BJPയിലേക്ക് CPM വന്ന ആളുകളുണ്ട്, BJPയിൽ തന്നെ ഈ പറയുന്ന RSS ട്രെയിൻഡായ കാഡറുകളും ഉണ്ട്. ഇവർ തമ്മിൽ ഒരു ചേരിതിരിവുണ്ട് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ. അതായത് ഈ പാർട്ടിക്കുള്ളിൽ തന്നെ ഒരു BJP തൃണമൂൽ ഘടകവും BJP RSS ഘടകവും ഉള്ള പോലെ ഒരു തമ്മിൽ തല്ല് നിലനിൽക്കുന്നതായിട്ടുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ BJP കുറച്ചുകൂടി വീക്കാണ് ഇപ്പോൾ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പറയുന്ന എല്ലാതരം ക്യാമ്പയിനിങ് കൊണ്ട് വലിയ രീതിയിലുള്ള കാടടച്ചുള്ള പ്രചരണവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും മമതാ ബാനർജിയെ പോലെ ഗ്രാസ് റൂട്ട് ലെവലിൽ ഓരോ നീക്കങ്ങളും കൃത്യമായി പഠിച്ച് നീങ്ങുന്ന തരത്തിലൊരു പ്രചരണം BJPയുടെ ഭാഗത്തു നിന്നുണ്ട് എന്ന് പറയാൻ സാധിക്കില്ല എന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു വേറൊരു ഘടകം കൂടിയുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദീദിയെ കടന്നാക്രമിക്കുന്നില്ല. കഴിഞ്ഞ തവണയൊക്കെ അതിഭീകരമായിട്ടുള്ള രൂക്ഷമായിട്ടുള്ള ആക്രമണമായിരുന്നു. പേരെടുത്ത് വിമർശിക്കുക. നരേന്ദ്രമോദി അങ്ങനെ പലരെയും പേരെടുത്ത് വിമർശിക്കുന്ന ശൈലി ഇല്ലാത്ത ഒരാളാണ്. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുമ്പോൾ തന്നെ കോൺഗ്രസിന്റെ രാജകുമാരൻ എന്നൊക്കെ പ്രയോഗിക്കുള്ളൂ. പക്ഷെ കഴിഞ്ഞ തവണ നമ്മൾ കണ്ടത് നരേന്ദ്രമോദി പേരെടുത്ത് വിമർശിച്ചു, ഈ മമതാ ബാനർജിയെ പേരെടുത്ത് വിമർശിച്ചു. പക്ഷെ ഇത്തവണ അദ്ദേഹം അതിന് മുതിരുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ BJP വീക്കായി പോയേക്കാം. അത് കഴിഞ്ഞ് മമത ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ കൂടെ BJPയുടെ കൂടെ വന്നുകൂടാന്നില്ലല്ലോ, അങ്ങനെ ഒരു സാധ്യതയും കൂടി ഉണ്ടായിട്ടായിരിക്കുമോ അങ്ങനെ ഒരു പതുങ്ങൽ മോദിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്? അങ്ങനെ ഒരു കാര്യമുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മമതയ്ക്ക് അങ്ങനെ പോകാൻ സാധിക്കുമെന്നുള്ള സംശയം എനിക്കുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ
കൃത്യമായിട്ട് മമത പറയുന്ന രാഷ്ട്രീയം ബി ജെ പിക്ക് എതിരാണ്. അതായത് മമതയ്ക്ക് ഇപ്പം നമ്മൾ മുർഷിദാബാദ് ഒരു ഉദാഹരണമായിട്ട് എടുക്കാമെന്ന് വയ്ക്കാം. മുർഷിദാബാദ് ജില്ല ഒരു ഉദാഹരണമായിട്ട് എടുക്കുകയാണെങ്കിൽ അവിടെ ഉള്ള ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസീസ് എന്ന് പറയുന്നത് ബർഹാംപൂറും അതുപോലെ ജംഗിപൂരും അതുപോലെ ദക്ഷിണ മാൽഡയുടെ ഒരു ഭാഗവും ഒക്കെയാണ് ഈ അവിടുത്തെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസികൾ. ഇവിടെയൊക്കെ ഇവർ നടത്തുന്ന ഒരു പ്രചരണം എന്ന് പറയുന്നത് മുസ്ലിം പോപ്പുലേറ്റഡ് ഏരിയയും കൂടിയാണത്. അതുകൊണ്ട് തന്നെ അവിടെ ഇവർ പൗരത്വ ഭേദഗതിക്കെതിരെ ശക്തമായ പ്രചരണം മമത നടത്തുന്നുണ്ട്. അതായത് അത് പൗരത്വ ഭേദഗതിയുടെ ഈ പറയുന്ന റെഗുലേഷൻസ് വന്നപ്പോൾ തന്നെ ആദ്യം പ്രതികരിച്ച ദേശീയ നേതാക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആള് മമതാ ബാനർജിയാണ്. മമതാ ബാനർജി അന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് പൗരത്വ ഭേദഗതി നിയമപ്രകാരം നിങ്ങളുടെ പൗരത്വം നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന് ബദൽ സംവിധാനം ഞങ്ങൾ ഒരുക്കും എന്ന് പറയുന്ന പോയിന്റിലേക്ക് വരെ മമതാ ബാനർജി എത്തിയിട്ടുണ്ട്. അതേസമയത്ത് ഈ മുർഷിദാബാദിലെ ലോക്സഭാ കോൺസ്റ്റിറ്റ്യൻസികളിൽ പോകുന്ന മമത അവിടെ പ്രസംഗിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മമതയ്ക്ക് ഒരു ഭയമുണ്ട്. ആ ഭയം എന്താണെന്ന് വെച്ചാൽ, ഈ പറയുന്ന സെക്യുലർ വോട്ടുകൾ നിലനിൽക്കുന്ന മണ്ഡലങ്ങളിൽ വോട്ട് ഇപ്പുറത്ത് CPM കോൺഗ്രസ് സഖ്യത്തിലുള്ള സ്ഥാനാർത്ഥിയും തൃണമൂലും തമ്മിൽ ഷെയർ ചെയ്തു പോകുമോ എന്നൊരു ഭയം വലിയ രീതിയിൽ മമതയ്ക്കുണ്ട്. മമത ആ ഭയം പ്രകടിപ്പിക്കാതിരിക്കുന്നില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് മമതയുടെ പ്രസംഗങ്ങളിലെല്ലാം അവരുടെ ആ ഭയം കൂടി പ്രകടിപ്പിക്കുന്നുണ്ട്. ഭയം എന്ന് പറഞ്ഞാൽ അതൊരു മുന്നറിയിപ്പായിട്ടാണ് പ്രകടിപ്പിക്കുന്നത്. മമത പ്രസംഗിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇത്തവണ ശ്രദ്ധിച്ച് വോട്ട് ചെയ്തില്ലെങ്കിൽ, നിങ്ങളുടെ വോട്ടുകൾ ഭിന്നിക്കപ്പെട്ടു പോയാൽ ഇവിടെ ഭരണത്തിൽ വരാൻ പോകുന്നത് BJP ആണ്. BJP വന്നാൽ പൗരത്വ നിയമം നടപ്പാക്കും. അത് നടപ്പിലാക്കാതിരിക്കാനുള്ള എല്ലാ കാര്യവും ഞാൻ ചെയ്യും. നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണം. അത് മാത്രമല്ല, ഇവരൊരു അസാധ്യ വിൽ പവർ ഉള്ള ഒരു സ്ത്രീയാണ്. ഈ മമതയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ തന്നെ അറിയാം, എപ്പോഴും ഈ ഒരു യുദ്ധങ്ങൾ നടത്തി കടന്നു വന്ന ഒരു സ്ത്രീയാണ്. ഇവരുടെ ഒരു ക്യാമ്പയിൻ ശൈലി തന്നെ നമുക്ക് നോക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന ശീലം ഇവർക്കില്ല. എല്ലായിടത്തും ഒരു വേദി, നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു വേദി ഉണ്ടാക്കിയാൽ അവിടെ നിന്ന് നേതാക്കൾ പ്രസംഗിക്കുക, ഒരു മൈക്ക് എടുത്ത് പ്രസംഗിക്കുന്ന, പക്ഷെ ഇവരാണെങ്കിൽ ഇങ്ങനെ നടക്കുകയായിരിക്കും. ഈ സ്റ്റേജിലൂടെ മൊത്തം നടന്നായിരിക്കും ഇവരുടെ പ്രസംഗം. പിന്നെ ഇവരുടെ ജാഥകൾ ഒരു പ്രത്യേകതരം ശൈലിയാണ്. ഇവർ മുന്നിൽ നടക്കും, പുറകിൽ വലിയ ജനക്കൂട്ടം നടന്നു വരും. പിന്നെ വേറൊരു കാര്യമുണ്ട്, സുവേന്ദു അധികാരി BJPയിലേക്ക് പോകുമ്പോൾ ഇവർ വിചാരിക്കുന്നുണ്ട് തൃണമൂൽ കോൺഗ്രസ് പൂർണ്ണമായി തകർന്നു പോകുമെന്ന് വിചാരിച്ച ഒരു വിഭാഗം ആൾക്കാരുണ്ട്. കാരണം ഇദ്ദേഹത്തെ ആണല്ലോ ഇതിൻ്റെ ഒരു രണ്ടാം ഫേസ് ആയി കണ്ടുകൊണ്ടിരുന്നത്. അദ്ദേഹം പോകുമ്പോൾ പക്ഷേ ഇവരെന്താണ് ചെയ്യുന്നത്, അദ്ദേഹത്തിൻ്റെ മണ്ഡലത്തിൽ പോയി മത്സരിക്കുകയാണ്. അവിടെ മമത തോൽക്കുന്നുണ്ട്, പക്ഷേ ഞാൻ അവിടെ പോയി മത്സരിക്കുന്നു, ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് അവിടെ പോയി മത്സരിക്കാൻ ധൈര്യം കാണിച്ച ഒരു നേതാവ് കൂടിയാണ് മമതാ ബാനർജി. ഇതിൻ്റെ കൂടെ പറയേണ്ട മറ്റൊരു കാര്യം അഴിമതിയാണ്. അഴിമതി ആരോപണങ്ങൾ ശക്തമായി നിലനിൽക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ പറയുന്ന സ്കൂൾ അധ്യാപകരെ നിയമിച്ചതിലുള്ള ക്രമക്കേടുകളും അതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം നടക്കുന്നതും, പിന്നീട് 25,000 പേരെ പിരിച്ചുവിടുകയും 25,000-ഓളം ഈ പറയുന്ന അധ്യാപകരും അനധ്യാപകരുമായിട്ടുള്ള 25,000-ഓളം പേരെ പിരിച്ചുവിടാനുള്ള തീരുമാനത്തെ കൽക്കട്ട ഹൈക്കോടതി ശരിവെക്കുന്നു. അത് വലിയ സംഭവമാണ് ഉണ്ടാക്കുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദേശ് കാലിയേക്കാൾ കൂടുതൽ ഇത് എങ്ങനെ ബംഗാളിൽ പ്രവർത്തിക്കുന്നുള്ളതാണ് ഞാൻ ഉറ്റുനോക്കുന്ന കാര്യം. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു വന്ന കാര്യം അതായിരുന്നു. അതായത് ദിവസവേതനം വെറും 250 രൂപയ്ക്ക് ജോലി ചെയ്യുന്ന ആളുകളുള്ള സ്ഥലമാണ് ബംഗാൾ. അവിടെ നിന്ന് ആളുകൾ കേരളത്തിലേക്കും മറ്റ് സ്ഥലങ്ങളിലേക്കും പലായനം ചെയ്യുന്നതും ഒരു അതിഥി തൊഴിലാളികളായി വരുന്നതും മെച്ചപ്പെട്ട കൂലിക്ക് വേണ്ടിയും മെച്ചപ്പെട്ട ജീവിതത്തിന് വേണ്ടിയാണ്. അങ്ങനെ വരുന്ന ഈ ആളുകൾ ഇത്രയും കാലം തൊഴിലില്ലായ്മയിലാണ് ഇവർ ജീവിച്ചത്. പക്ഷെ അപ്പോഴും ഒരു മധ്യവർഗത്തെ ഇത് ബാധിച്ചിട്ടില്ലായിരുന്നു. ഈ പറയുന്ന അവിടുത്തെ അടിസ്ഥാന വർഗത്തെയാണ് ഇത് എല്ലാ കാലത്തും ഈ തൊഴിലില്ലായ്മ ബാധിച്ചുകൊണ്ടിരുന്നത്. ഈ മധ്യവർഗത്തെ ഇത് ബാധിച്ചു തുടങ്ങുന്നു, അല്ലെങ്കിൽ മധ്യവർഗത്തിന് പൊള്ളുന്ന ഒരു സംഭവം ഇവിടെ നടന്നിരിക്കുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. ഈ പറയുന്ന ഈ റിക്രൂട്ട്മെൻറ്റ് സ്കാം എന്ന് പറയുന്നത് ആ ഒരു രീതിയിലാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ ഈ മധ്യവർഗത്തിൻ്റെ വോട്ടുകൾ വലിയ തോതിൽ തൃണമൂലിൽ നിന്ന് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. അതിനെങ്ങനെയാണ് വിഷ്ണുവാണെന്ന്? എനിക്ക് തോന്നുന്നു സന്ദേശ് കാലിയെ പോലെ, ജിഷ്ണു പറഞ്ഞതുപോലെ സന്ദേശ് കാലിയേക്കാളും കൂടുതൽ തൃണമൂൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കാൻ പോകുന്ന ഒരു ഘടകം ഇത് തന്നെയായിരിക്കും. കാരണം ഈ നഗര കേന്ദ്രീകൃത മേഖലയിൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ലായിരുന്നു. അതായത് ഈ പട്ടിണിയും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും ഒന്നും വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. ഇത്തവണ ഈ സാധനം നഗര കേന്ദ്രീകൃത മേഖലയിലേക്കും വരുന്നുണ്ട്. ഇത് തൃണമൂൽ കോൺഗ്രസിന് ഒരു തിരിച്ചടി ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്ന് മമത കണക്ക് കൂട്ടുന്നുണ്ടാകാം. അതുകൊണ്ടാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത് മൊത്തം നരേന്ദ്രമോദിക്കെതിരായിട്ടുള്ള ഈ CAA ആ സാധനങ്ങളിലേക്ക് മൊത്തം ഫോക്കസ് ചെയ്യാൻ, ഇത് ഈ ചർച്ചയിലേക്ക് വരരുത് എന്ന് മമത കൃത്യമായി നിരീക്ഷിക്കുന്നു. സന്ദേശ് ഖാലി ചർച്ചയായാൽ പോലും ഈ വിഷയത്തിലേക്ക്, ഈ വലിയ അഴിമതി ആരോപണത്തിലേക്ക് ജനങ്ങൾ വരരുത്, തിരിയരുത് എന്ന് മമത കണക്കുകൂട്ടുന്നുണ്ടെന്നാണ് എനിക്ക് കരുതുന്നത്.
ഈ രണ്ട് കാര്യങ്ങളുണ്ടല്ലോ, ഇപ്പോൾ സന്ദേശ് ഖാലി ആണെങ്കിലും അതുപോലെ ഈ പറയുന്ന റിക്രൂട്ട്മെന്റ് സ്കാം ആണെങ്കിലും, ഇത് രണ്ടിലും തൃണമൂൽ ആരോപിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന് രണ്ടിൻ്റെയും പിന്നിൽ സുവേന്ദു അധികാരിയാണ് എന്നാണ് പറയുന്നത്. ഇത് സൂത്രധാരൻ ഇയാളാണ്. ഇയാൾ പണം കൊടുത്തിട്ടാണ് സ്ത്രീകൾ സന്ദേശ് ഖാലിയിൽ ഇത്തരത്തിലൊരു ആരോപണം നടത്തിയത് എന്ന വീഡിയോ ആണ് പ്രചരിക്കുന്നത് ഈ ലോക്കൽ BJP നേതാക്കളുടെ. അതേപോലെ ഈ റിക്രൂട്ട്മെന്റ് സ്കാമിന് പിന്നിലും ഈ പറഞ്ഞ സുവേന്ദു അധികാരിയാണ് എന്നുള്ള തരത്തിലുള്ള പ്രചാരണമുണ്ട്. അപ്പോൾ കൃത്യമായി ടാർഗറ്റ് ചെയ്യാൻ തൃണമൂൽ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് എത്രത്തോളം ഫലിക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ BJP-യിൽ ഇപ്പോൾ ഒരു പ്രധാന ഫേസ് എന്ന് പറയുന്നത് സുവേന്ദു അധികാരി മാത്രമാണ്. അദ്ദേഹത്തിന്റെ തോളിലാണ് ബംഗാൾ BJP പോകുന്നത്. അപ്പോൾ സുവേന്ദു അധികാരിയെ അടിക്കാനുള്ള ഒരവസരവും മമതാ ബാനർജി വിട്ടുകളില്ല. കാരണം പിന്നിൽ നിന്ന് കുത്തി ഇറങ്ങിപ്പോയ ഒരു മനുഷ്യനാണ്. അത്രയും കൂടെ കൊണ്ട് നടന്ന ഒരു രണ്ടാം സ്ഥാനക്കാരൻ എന്നുള്ള രീതിയിൽ കൊണ്ട് നടന്ന അധികാരി പിന്നിൽ നിന്ന് കുത്തി ഇറങ്ങിപ്പോവുകയും നിരന്തരം ആക്രമണം നടത്തുകയും എന്താ പറയുക, രാഷ്ട്രീയ പ്രവർത്തനം എന്താ പറയുക വളരെ ബുദ്ധിമുട്ടാക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് സുവേന്ദു അധികാരി മമതയുടെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കും എന്നൊക്കെ പറഞ്ഞു പോയൊരു മനുഷ്യനാണ് അദ്ദേഹം. പക്ഷേ എന്താ പറയുക, ഇനി ഇതിലും കൂടി ഇല്ലെന്നുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ സുവേന്ദു അധികാരിയുടെ രാഷ്ട്രീയ ജീവിതവും പതിയെ മങ്ങിപ്പോയേക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെല്ലാം പറയുമ്പോഴും നമ്മൾ പറയുന്ന നമ്മൾ മറന്നുപോയൊരു സാധനമുണ്ട്. CPM-നെ കുറിച്ച് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. കാലാകാലങ്ങളായി അവിടെ ഭരിച്ച ഒരു പ്രധാന കക്ഷിയായിരുന്ന ഒരു പാർട്ടി ചിത്രത്തിന് പുറത്ത് നിൽക്കുകയാണോ അല്ലെങ്കിൽ എന്താണ് അവർ ഇന്നാവാൻ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ള കഥയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. എനിക്ക് തോന്നുന്നു CPM ഇത്തവണ ചെറിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മൂർഷിദാബാദ് സീറ്റിലടക്കം ചിലപ്പോൾ ഈ മുഹമ്മദ് സലീം മത്സരിക്കുന്ന മണ്ഡലമാണ്. അവിടെ ചിലപ്പോൾ ഒരു വിജയപ്രതീക്ഷ CPM വെച്ച് പുലർത്തുന്നുണ്ട്. ഒരു യുവനിരയെ രംഗത്തിറക്കിയാണ് CPM മത്സര രംഗത്തിറക്കിയിരിക്കുന്നത്. ഈ നമ്മുടെ അഭിഷേക് ബാനർജിക്കെതിരെ മത്സരിക്കുന്നത് SFI നേതാവാണ്. ഒരു വലിയ വിഭാഗം SFI നേതാക്കളെ CPM രംഗത്തിറക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇത്തവണ പിന്നെ അതുപോലെ തന്നെ CPM-ന്റെ ഒരു പ്രചാരണ പരിപാടിക്ക് ഈ AI വനിതയെ കൊണ്ടിറക്കി ക്യാമ്പയിൻ നടത്തുക, അങ്ങനെ രസകരമായിട്ടുള്ള ചില പരിപാടികളും CPM ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുണ്ട്. തിരിച്ച് നഷ്ടപ്പെട്ടു പോയ വോട്ട് ബെൽറ്റ് തിരിച്ചു പിടിക്കാൻ വേണ്ടി CPM അതികഠിനമായി ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ പ്രധാന ഭാഗം എന്ന് വെച്ചാൽ ഈ ബംഗാൾ CPM-നെതിരെ ഉയർന്നിരുന്ന പ്രധാന ആരോപണം എന്ന് പറഞ്ഞാൽ ഇവർ ഈ കടൽ കിഴവന്മാരുടെ പാർട്ടിയാണ് എന്നുള്ളൊരു ആരോപണമായിരുന്നല്ലോ. ഇത്തവണ മത്സരിക്കുന്നത് മൊത്തം യുവ നേതൃത്വമാണ്. ഇവിടെ എനിക്ക് തോന്നുന്നു ചെറിയ വിഭാഗം ആൾക്കാർ മാത്രമേ മുതിർന്ന നേതാക്കൾ ഈ മുഹമ്മദ് സലീമിനെ പോലുള്ള മുതിർന്ന നേതാക്കൾ മത്സരിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും യുവ നേതൃത്വമാണ്. അപ്പോൾ ഈ CPM-നെ ആൾക്കാർ പരിഹസിക്കുന്നത് എന്താ അവിടെ മത്സരിപ്പിക്കാൻ ആളില്ലാത്തത് കൊണ്ട് SFI-യുടെ കുട്ടികളെ രംഗത്ത് ഇറക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ അങ്ങനെയല്ല. ഈ മീനാക്ഷി മുഖർജി എന്ന് പറയുന്ന നേതാവിനെ മുന്നിൽ നിർത്തിയാണ് അവിടെ CPM ഇത്തവണ ക്യാമ്പയിൻ എല്ലാം നടത്തുന്നത്. അവരെ എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ CPM മുന്നോട്ട് വെച്ചൊരു ആശയം എന്ന് പറഞ്ഞാൽ യുവാക്കളെ മുന്നിൽ നിർത്തുക, പഴയ ആൾക്കാരെയൊക്കെ വലിച്ച് ഇവരെ യുവാക്കളെ മുന്നിൽ നിർത്തി. ഭൂരിഭാഗം സീറ്റിലും യുവാക്കളാണ് മത്സരിച്ചത്. പക്ഷേ പൂർണ്ണമായി പരാജയപ്പെട്ടു. പക്ഷേ അത് CPM അതിനെ വിലയിരുത്തിയത് ഇവരെ ജനങ്ങൾക്കിടയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളൊരു പദ്ധതിയാണ്. ഗ്രാമങ്ങളിലേക്ക് മീനാക്ഷി മുഖർജിയുടെ നേതൃത്വത്തിൽ ഈ യുവാക്കൾ ഇറങ്ങി ചെല്ലുന്നു. DYFI-യുടെയും SFI-യുടെയും നേതാക്കൾ അവിടെ പോയി ക്യാമ്പയിൻ നടത്തുന്നു, ജാഥകൾ നടത്തുന്നു. കോവിഡ് സമയത്ത് ഇവർ നിരവധി പ്രവർത്തനങ്ങളുമായി ജനങ്ങൾക്കിടയിൽ സംസാരിക്കുന്നു. എനിക്കൊന്നും ഹോൾഡില്ലാതെ കിടക്കുന്ന പല മേഖലകളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇവർ ചെല്ലുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് ഇത്തവണ CPM-നെ സഹായിക്കും എന്നാണ്. ഇവർ ജനങ്ങൾക്കിടയിൽ ഇവരിപ്പോൾ അത്യാവശ്യം ഒരു എന്താ പരിചിത മുഖങ്ങളായി മാറിക്കഴിഞ്ഞു. ഈ പറയുന്ന മീനാക്ഷി മുഖർജി ആയാലും മറ്റ് SFI നേതാക്കളായാലും ഒരു സ്ഥിര മുഖങ്ങളായി മാറിക്കഴിഞ്ഞു. അപ്പോൾ ഈ സാധനം ഇവർക്ക് വോട്ടായി മാറും എന്നൊരു പ്രതീക്ഷ CPM-ന്റെ ഭാഗത്തുനിന്നുണ്ട്. അപ്പോൾ നമ്മളൊന്ന് കൺക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഈ ആരോപണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. സന്ദേശ് ഖാലി വളരെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കി ഉയർത്താൻ BJP ആവുന്നത്ര ശ്രമിക്കുന്നുണ്ട്. അതിനെതിരെ ആവശ്യമായ ലഭിക്കുന്ന എല്ലാ പ്രതിരോധങ്ങളും തീർക്കാൻ തൃണമൂലും ശ്രമിക്കുന്നുണ്ട്. ഇപ്പുറത്ത് അഴിമതി ആരോപണങ്ങളുണ്ട്. ഇതെല്ലാം നിലനിൽക്കുമ്പോൾ ഇനിയും 4 ഫേസുകൾ ബാക്കി നിൽക്കുകയാണ്. താരതമ്യേന പോളിംഗ് വളരെ കുറവാണ്. ഈ പറഞ്ഞ നമ്മൾ നേരത്തെ പറഞ്ഞ മൈഗ്രൻ്റ് വർക്കേഴ്സായി പല സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്നവരൊന്നും തിരിച്ചു വന്ന് വോട്ട് ചെയ്തിട്ടില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇത്രയും കുറഞ്ഞ പോളിംഗിൽ എന്താകും ബംഗാളിൻ്റെ ജനവിധി എന്നാണ് ഇനി നമ്മൾ കണ്ടറിയാനുള്ളത്.